ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഗിർ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് അതുപോലെ കുഞ്ചാക്കോ ബോബൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് പഴയ ഒരു ഫോമിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ കൂടിയാണ് ഗിർ. ഒരു പക്ക കോമഡി എന്റർടൈനർ. പിന്നെ അവർ ഇന്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നത് ഇത് എന്താണ്, നമ്മുടെ സർവൈവൽ പ്ലസ് കോമഡി പ്ലസ് അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ജോണറാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ടീച്ചർ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ട്രെയിലർ എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാം. സിനിമ 14-ാം തീയതി തിയേറ്ററിലെത്തും. സോ ലെറ്റ്സ് വാച്ച് ടുഗദർ. റെഡി. പ്രണയച്ചതി, ജാതിക്കൊല. റെജിമോൻ നാടാർ എന്ന ചെറുപ്പക്കാരനെ കാണാതായിരിക്കും. മറ്റൊരു ദുരഭിമാന കൊലയോ? അവന്റെ കൂട്ടുകാരനാ. അവന് സിനിമ പിടിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യും. തലയ്ക്ക് വെളിവില്ലാത്ത ആളാട്ടോ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. നിന്റെ അച്ഛന്റെ മുന്നിൽ വന്നു നെഞ്ചും പിരിച്ച് ഞാൻ പെണ്ണു വയ്ക്കും. നിന്നെ സിംഹക്കൂട്ടിലാണ് പ്രസവിച്ചത്. കട്ട് ചെയ്തോ? എനിക്ക് വീട്ടിൽ പോകണം. എന്റെ ഭാര്യ മിക്കവാറും നീ സ്റ്റാർട്ടറും ഞാൻ മെയിൻ കോഴ്സും ആവും. മയക്കുവെടി വിദഗ്ധൻ തമ്പി ഹിമഗിരി എത്തുന്നതോടെ രക്ഷാപ്രവർത്തനം വിജയകരമാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചാനൽ കാണുന്നവർക്ക് തോന്നണം അവരാണ് സിംഹത്തിന്റെ കൂട്ടിലെന്ന്. മനസ്സിലായോ? മനസ്സിലായി. മൂന്നിന്റെ അന്ന് നിന്റെ ശവം കരമനയാറ്റി പോകും. ഈ കേസിൽ എങ്ങനെയാലും നൂരിത്തരും. പ്രേമമാണ് വിഷയം. പ്രേമം എന്റെ മക്കൾക്കൊന്നും വരുത്തിയാക്കല്ലേ. സിനിമ ജൂൺ 14. സോ വീണ്ടും മറ്റൊരു കോമഡി എന്റർടൈനറുമായിട്ട് അടുത്ത പടം. ഇപ്പോ മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമ, ഇപ്പോൾ ലാസ്റ്റ് ലിറ്റിൽ ഹാർട്ട്സ്, ഇതൊക്കെ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹിറ്റായ സിനിമയും കൂടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് ഇപ്പൊ കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സുരാജ് ഏട്ടന്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഇപ്പൊ ഇതിലും ചെറിയ ഭയങ്കര പൊട്ടിച്ചെറി ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല. ട്രെയിലർ ആണെങ്കിലും പറഞ്ഞ കോമഡിയൊക്കെ അത്യാവശ്യം ചെറിയൊരു പുഞ്ചിരി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചെറിയ സാധനങ്ങളാണ്. അപ്പോൾ ഇവർ ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്നവർ പറഞ്ഞ കാര്യം തന്നെ, ഡയലോഗ്സിൽ മാത്രമല്ല സിറ്റുവേഷൻസ് ഉണ്ട് ഒരുപാട് കോമഡി മേക്ക് ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ വെർബൽ അല്ലാത്തയും നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പക്കാ കോമഡി സാധനം തന്നെയാണ്. നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ സുരാജ് ഏട്ടനും അത്രമാത്രം കോൺഫിഡൻസിലാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു അഴിഞ്ഞാടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കിട്ടിയ രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരുപാട് ആളുകൾ സുരാജ് ഏട്ടന്റെ ഒരു പഴയ സംഭവങ്ങൾ ഉണ്ടല്ലോ, പണ്ടത്തെ ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി കിങ് ആയിരുന്നു. സോ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ ഒരുപാട് ആളുകളുണ്ട്. സോ എന്തായാലും നമുക്ക് കണ്ടറിയാം. പിന്നെ ഇതിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, പൊതുവേ ഈ കുടിയനായിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്തു വരുന്നത് സുരാജ് ഏട്ടനാണ്. നേരെ തിരിച്ചാണ് ഇവിടെ. സുരാജ് ഏട്ടൻ ചെയ്യേണ്ട ഒരു സാധനം കുഞ്ചാക്കോ ബോബനും, കുഞ്ചാക്കോ ചെയ്യേണ്ട ഒരു സാധനം സുരാജ് ഏട്ടൻ ഒരു രീതിയിൽ. അങ്ങനെയും ഒരുപാട് കമന്റുകൾ കാണാം. എന്തായാലും സിനിമ 14-ാം തീയതി റിലീസിനെത്തും. കണ്ടതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം തിരക്കേടില്ലാത്ത ഒരു ആവറേജ് ഫീൽ തന്നിട്ടുള്ള ഒരു ട്രെയിലർ അത്ര തോന്നിയിട്ടുള്ളൂ. ഭയങ്കര സംഭവം തോന്നിയിട്ടില്ല. എന്തായാലും പ്രതീക്ഷകൾ ഒരുപാട് ഇല്ലാണ്ടിരിക്കാനാണ് നല്ലത്. കോമഡി പടങ്ങളൊക്കെ ആകുമ്പോൾ അത് തിയേറ്ററിൽ പോയി തന്നെ ആ ഒരു എല്ലാ ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ട്. അത് കിട്ടുന്നതന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ